വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അലർട്ട് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, അവിടെ എങ്ങനെയാണ്? മഴ ഇപ്പോഴും തുടരുകയാണോ? അരുണിമ, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി കാസർഗോഡ് ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മണിക്കൂറിൽ 50 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റും വീശിയടിക്കുന്നതിന് സാധ്യതയുണ്ട്. ഈ മേഖലകളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല, തീരദേശത്തുള്ളവർ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വീരമലക്കുന്നിലും മട്ടളായിക്കുന്നിലും വ്യാപകമായ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഇത്തരത്തിൽ വ്യാപകമായ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ യാത്രാ മാർഗം തെരഞ്ഞെടുക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും മഴ കനക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ള നിർദ്ദേശം. നിലവിൽ കാസർഗോഡ് ജില്ലയിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് തീരദേശ പ്രദേശങ്ങളിലും ഇടനാടുകളിലും മലയോരത്തും കാസർഗോഡ് ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മലയോര മേഖലയിൽ വലിയ രീതിയിൽ കാറ്റും വീശിയടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കുമെന്നാണ് പ്രധാനമായും അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മഴയുണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടിമിന്നലിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മൃഗങ്ങളെ അടക്കം, ഈ കന്നുകാലികളെ അടക്കം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റണമെന്നൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത്തരത്തിലൊരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അരുണിമ, എന്തെങ്കിലും ഗതാഗത ബുദ്ധിമുട്ടെങ്കിലും നേരിടുന്നുണ്ടോ? നിലവിൽ ഗതാഗത ബുദ്ധിമുട്ടുകളൊന്നും കാസർഗോഡ് ജില്ലയിൽ നേരിടുന്നില്ല. ആവശ്യമെങ്കിൽ, അതായത് മഴ കനക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാവുക. അത്തരത്തിൽ ഗതാഗതം മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. കാരണം വീരമലക്കുന്നിലും മട്ടളായിക്കുന്നിലും വ്യാപകമായ രീതിയിൽ മണ്ണിടിച്ചിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ പ്രദേശത്ത് മണ്ണിടിച്ചിരുന്നു. മഴ പെയ്യുന്നതാണ് ഇത്തരത്തിൽ സാഹചര്യം വളരെ ഗൗരവപൂർവ്വമാക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒറ്റപ്പെട്ട മഴയാണ് പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മണ്ണ് വലിയ രീതിയിൽ കാര്യമായിട്ട് ഇടിഞ്ഞു വീഴുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്ന പലയിടങ്ങളിലും വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ കുഴികളിൽ ചെന്ന് വാഹനങ്ങൾ പതിക്കുന്നതും കാൽനട യാത്രക്കാർ പതിക്കുന്നതും പതിവായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മഴയുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലായ നീലേശ്വരം, അരുവിപ്പാലത്തും ഇത്തരത്തിൽ സമാന രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഗതാഗത തടസ്സങ്ങളോ പൊതുജീവിതത്തെ, ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുന്ന രീതിയിലേക്ക് മഴ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, തീരദേശത്ത് വലിയ രീതിയിലുള്ള കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് മത്സ്യബന്ധനത്തിന് പോകുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ളൊരു കർശന നിർദ്ദേശം കൂടി എന്തായാലും ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിലും മഴ ശക്തമാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കുടക്, കൊങ്കൺ മേഖലകളിലും വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ തേജസ്വിനി പുഴയുടെ ഭാഗത്തുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. ഇത്തരത്തിൽ കുടക് മേഖലയിൽ ശക്തമായ മഴ പെയ്താൽ തേജസ്വിനി പുഴ വളരെ പെട്ടെന്ന് നിറയും കരകവിഞ്ഞൊഴുകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സാഹചര്യം കുടകിൽ കനത്ത മഴ തുടരുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ളവരും ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അരുണിമ, ശരി. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 4 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അലർട്ട്. ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് ജോസഫ് അഗസ്റ്റിനാണ്.